വെറും 2 വോട്ടുകൾക്ക് UDF വിജയിച്ച മലപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ നിർണായകമായത് വോട്ട് ചെയ്യാനായി മാത്രം അവസാന നിമിഷം നാട്ടിലെത്തിയ 2 പ്രവാസി സഹോദരന്മാരുടെ വോട്ടുകളാണ്. മൊയ്തീൻകുട്ടി, സുബൈർ എന്നീ സഹോദരന്മാർ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് UAE-യിൽ തിരികെ എത്തുകയും ചെയ്തു. സ്വന്തം വോട്ടുകൾ നിർണായകമായെങ്കിലും ഇവർ എല്ലാ ക്രെഡിറ്റും നൽകുന്നത് പ്രവർത്തകർക്കാണ്. പണം പോയി പവർ വരട്ടെ എന്ന് നമ്മളൊക്കെ ചില സമയത്ത് പറയാറുണ്ട്. എന്നാൽ നാട്ടിലേക്കുള്ള കുത്തനെയുള്ള വിമാന ടിക്കറ്റ് നിരക്കിനേക്കാൾ വിലയുണ്ട് തങ്ങളുടെ 2 വോട്ടുകൾക്ക് എന്ന് 2 പ്രവാസി സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ UDFന് സ്വന്തമായത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡാണ്. ആ 2 പ്രവാസി സഹോദരങ്ങൾ എനിക്കൊപ്പമുണ്ട്, സുബൈറും മൊയ്തീൻകുട്ടിയും. അപ്പോൾ 2 പേരും നേരത്തെ നാട്ടിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചാണോ അതോ ടൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാട്ടിൽ പോയതാണ്? നമ്മളെ നാട്ടിലെ പ്രവർത്തകര് നമുക്ക് റിപ്പോർട്ട് തന്ന് ലാസ്റ്റ് ടൈറ്റ് ആണ്, വന്നേ പറ്റുള്ളൂ, വന്ന് ആ സീറ്റ് നമുക്ക് നിലനിർത്തണം. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചാണ് സീറ്റ് നിലനിർത്തണം എന്ന്. എന്നാലും നമ്മൾ ജയിക്കും എന്നുള്ളത് ടൈറ്റ് ആണെന്ന് നമ്മളെ പാർട്ടി പ്രവർത്തകർ വരുമ്പോൾ അവിടെ ഒന്നും നോക്കിയില്ല, അവിടെ ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ 2 വോട്ടിനത് കിട്ടും ചെയ്ത ടെൻഷൻ ഉണ്ടായിരുന്നു റിസൾട്ട് അറിയുമ്പോൾ? തീർച്ചയായിട്ടും ഞാൻ കൗണ്ടിങ് ഏജന്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ പതറിപ്പോയി. നമ്മൾ പെട്ടെന്ന് ആ നമ്പർ നോക്കിയപ്പോൾ സമനിലയിലാണോ എന്നോ ജയിച്ചോ എന്ന് നമ്മളെ എതിർ സ്ഥാനാർത്ഥിന്റെ കാൻഡിഡേറ്റ് നമ്മളോട് പറഞ്ഞത്, സുബേറെ ജസ്റ്റ് 2 വോട്ടിന് നിങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാ. അപ്പോൾ കുറച്ചെങ്കിലും ഒരു സമാധാനമായത്. ആ 2 വോട്ടിന് ജയിച്ചപ്പോൾ എന്താ മനസ്സ് തോന്നി? തീർച്ചയായിട്ടും നമ്മളെ ഒരു എഫക്റ്റ് മാത്രമല്ല, നമ്മളെ പാർട്ടി പ്രവർത്തകരെ എഫക്റ്റ്, നമ്മളെ വോട്ട് ഒരു യാദർശികമായിട്ട് എത്തിപ്പോയി എന്നുള്ളൂ. പക്ഷെ അവിടുന്ന് ഓരോ വ്യക്തികളെ ഞങ്ങൾ വോട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങളെ പാർട്ടി പ്രവർത്തകരെ കഴിവാണ്. അതിലെ ഓരോ വോട്ടാണ് നിർണായകമായി എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ പറഞ്ഞത്. യാത്ര ശരിക്കും സഫലമായി അല്ലേ? നമ്മളെ എന്തുദ്ദേശം അത് നടന്നു? ആ യാത്ര അത് ഉദ്ദേശം തന്നെ വോട്ട് ചെയ്യാനുള്ളായിരുന്നു, അത് നിറവേറ്റി. 2 വോട്ടിനെ ജയിച്ചു പോന്നു. ടിക്കറ്റ് നിരക്കൊക്കെ വലിയ കൂടുതലാണ്, അതൊന്നും നോക്കില്ല? അതൊന്നും നോക്കിയിട്ടില്ല. എത്ര ടിക്കറ്റ്? 1800-2000 ടിക്കറ്റ്. നാട്ടിൽ പോകണം നിങ്ങൾ ആദ്യം തീരുമാനിച്ചോ അതോ ഇത്? ഇപ്പൊ ഇത് അറിഞ്ഞപ്പോ പോയതാണ്. ശരിക്കും അപ്പം ആ ഒരു വിജയം ഉണ്ടായപ്പോ എന്താ തോന്നിയപ്പോ മനസ്സിലായി? പറയാൻ കിട്ടിയിരുന്നില്ല അതിന്റെ ഇത്. ഞങ്ങളൊക്കെ എണ്ണിന്റെ അടുത്ത് പോയ ആൾക്കാരാ. തിരിച്ചെത്തിയപ്പം എങ്ങനെയാണ് അന്നത്തെ ആഘോഷം കഴിഞ്ഞാണ്? ആഘോഷം കഴിഞ്ഞ് പിറ്റേന്ന് രാത്രിയാണ് തിരിച്ചു പോകുന്നത്. അന്ന് രാത്രിയാണ് തിരിച്ചു പോകുന്നത്. ഈ ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമാകാൻ, സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എല്ലാം ത്യജിക്കുന്ന ഇതുപോലുള്ള ആളുകൾ കൂടിയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ഭംഗിയും. ക്യാമറാമാൻ മുബഷിറിനൊപ്പം ദുബായിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.